ഹലോ വെൽക്കം ബാക്ക്. നമ്മളൊക്കെ ചെറുതിൽ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പം എൻ്റെ മമ്മിയൊക്കെ ചെറുതിൽ ഇത് ടിന്നിലൊക്കെയാണ് ഇത് വാങ്ങിച്ചു തരുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്, ഇഷ്ടം പോലെ ഞാനും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ചെറിയ പെട്ടിക്കടയിലൊക്കെ ഇത് ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇതിന് നമ്മൾ പല പേരിൽ പറയും. മുട്ട ബിസ്ക്കറ്റ്, കോയിൻ ബിസ്ക്കറ്റ്, എഗ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയൊരു ജാറിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് അത് നല്ലപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട മതി. ആ മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പഞ്ചസാരയില്ല അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് ക്രീമിഷ് കളറാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വിസ്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഈ ഒരു കളറാവുന്ന മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ഉറപ്പായിട്ടും 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് പൈനാപ്പിൾ എസൻസ്, അപ്പോൾ അത് ഒഴിച്ചിരിക്കണം. ഇനി ഒരു അരപ്പിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട്. അപ്പോൾ തീരെ ലൂസായി പോകരുത്, കറക്റ്റ് രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗിലോട്ടാക്കണം. അപ്പം പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് നമുക്കിത് ഈ ബാറ്റർ ഇതിലേക്ക് നമ്മൾ പൈപ്പിംഗ് ബാഗിലോട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാക്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഫ്രൈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളത് ആ പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു തുമ്പിൽ അതൊന്ന് കട്ട് ചെയ്ത് കുറച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതായത് ചെറിയൊരു ഹോളാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഫ്രൈ പാനിൽ നമ്മൾ എണ്ണയൊന്നും തടയി കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് ഇതൊന്ന് ഇളകി വരണം. അപ്പോൾ അതിനായിട്ട് പറ്റിയൊരു ഫ്രൈ പാൻ മാത്രമേ എടുക്കാവൂ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒലിച്ചൊന്നും പോകത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പേസ് കുറച്ച് വിട്ടിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ഒരു ഫ്രൈ പാൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം വേണം അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ ഒരു ഫ്രൈ പാൻ വെക്കാനായിട്ട്. അപ്പോൾ അടച്ച് വെച്ചൊന്ന് ഒരു 10-20 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്ന് മനസ്സിലാവുള്ള കളറ് ഇതിൽ നിന്നും കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ടാണ് വരുന്നത്. അപ്പം വീഡിയോയിൽ കളർ അത്ര കാണിക്കുന്നില്ല. ഇനി വേറൊരു രീതിയിലെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു പാനിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അങ്ങനെ ഇതുപോലെ ഒന്ന് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ പാനിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അത് തണുത്തതിന് ശേഷം മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. പിന്നെ നമ്മളിത് കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നല്ല പൈനാപ്പിളിൻ്റെയും വാനില എസൻസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമ.